ആൻഡ് വെൽക്കം ടു ഇംഗ്ലീഷ് കൗൺസിൽ മലയാളം. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ തന്നെ ബേസിക് ആയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമായ ഒരു സെൻറ്റൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നിർമ്മിക്കേണ്ടത്, ഒരു സെൻറ്റൻസിൻ്റെ ഡിവിഷൻസ് എന്താണ്, ഒരു സബ്ജക്റ്റ് എന്താണ്, ഒരു പ്രെഡിക്കേറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളുടെ ഒരു ബേസിക് വെർഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കിതൊരു 5 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. തേർഡ് പാർട്ടിൽ പ്രെഡിക്കേറ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കും. ഫോർത്ത് പാർട്ടിൽ ഒബ്ജക്റ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കും. ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇങ്ങനെ എല്ലാം ഒരു 5 പാർട്ടിൽ കൂടെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ടോപ്പിക് എന്ന് പറയുന്നതാണ് നമുക്ക് ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ്. സോ ഫ്രേസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും അതുപോലെ ക്ലോസിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ സെൻറ്റൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കാണേണ്ട രണ്ട് ടോപ്പിക്കാണ് ഈ ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. പിന്നെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ എല്ലാ ടോപ്പിക്സും അവൈലബിൾ ആയിരിക്കും. A to Z ടോപ്പിക്സ് എല്ലാം. അപ്പോൾ നമ്മൾ വീക്ക്ലി ത്രൈസ് അപ്ഡേഷൻസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ടോപ്പിക്സോ. വിത്തിൻ ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് ഒരു ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏതൊക്കെ ടോപ്പിക് ഉണ്ടോ ആ ടോപ്പിക്സ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് കൗൺസിൽ മലയാളം എന്ന് പറയുന്നത്. സോ നമുക്ക് പോകാം സെൻറ്റൻസിലേക്ക്. എന്താണ് ഒരു സെൻറ്റൻസ്, എങ്ങനെയാണ് അത് നിർമ്മാണം എന്നൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ബേസിക് ആയിട്ട് നമ്മളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഗീവ്സ് എ കംപ്ലീറ്റ് മീനിങ് ഇസ് കോൾഡ് എ സെൻറ്റൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, കുറേ വാക്കുകളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കുറേ വാക്കുകൾ കൂടി ചേർന്നിട്ട് നമുക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം തരുന്നുണ്ടെങ്കിൽ അതിന് തനിച്ച് നിൽക്കാൻ പറ്റും. കാരണം കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം തരുന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേറൊരു സെൻറ്റൻസിൻ്റെയോ ഒരു വേർഡിൻ്റെയോ ഒന്നും ഒരു സഹായം വേണ്ട. അങ്ങനെ ഒരു കുറേ വാക്കുകളുടെ കൂട്ടായ്മ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം തരുന്നുവെങ്കിൽ അതാണ് നമുക്കൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻറ്റൻസസ് നോക്കൂ. ഡോഗ്സ് ബാർക്ക്, പട്ടി കുരയ്ക്കുന്നു. അല്ലെങ്കിൽ എക്സാമ്പിൾ 2, ദ ചൈൽഡ് ഇസ് ഡാൻസിങ്, ആ കുട്ടി ഡാൻസ് കളിക്കുന്നു. ഓക്കെ, ഓർ ദ സൺ ഗീവ്സ് us ലൈറ്റ്, സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നു. സോ ഈ ഒരു സെൻറ്റൻസുകളിലെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു തോട്ട് അവിടെ മനസ്സിലാകുന്നുണ്ട് അല്ലേ. ഇപ്പം സൺ ഗീവ്സ് ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു, സൂര്യൻ പ്രകാശം തരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻഫോർമേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആരാ തരുന്നതെന്നും ആ തരുന്നത് എന്താണെന്നും ഒക്കെ നമുക്കവിടെ അറിയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് തോട്ട് അവിടെ മെൻഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ വിളിക്കുന്നു ഒരു സെൻറ്റൻസ് എന്ന്. കുറേ വാക്കുകൾ കൂടിച്ചേർന്നു ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി. ഫൈൻ. ഇനി നമുക്ക് നോക്കാം അടുത്തത്, ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു സെൻറ്റൻസ് നമ്മൾ ബേസിക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന 2 പാർട്ടായിട്ടാണ്. ഒന്ന് സബ്ജക്റ്റ് ആയിട്ടും അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഒന്നാമത്തേത് സബ്ജക്റ്റും രണ്ടാമത്തേത് പ്രെഡിക്കേറ്റ്. സോ ആദ്യം ഒരു സബ്ജക്റ്റ് എന്താണ്? The subject tells about what or whom the sentence is all about. The subject tells about what or whom the sentence is about. എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് എന്തിനെ കുറിച്ചാണോ എന്ന് മെൻഷൻ ചെയ്യുന്ന ഒരു വാക്കിനെയാണ് നമ്മളൊരു സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം സബ്ജക്റ്റിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരെ പറ്റിയാണോ നമ്മൾ ആ സെന്റൻസിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ ആ സെന്റൻസിൽ നമ്മൾ സംസാരിക്കുന്നത് ആ മെയിൻ ക്യാരക്ടറാണ് നമുക്കൊരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ നോക്കിയ എക്സാമ്പിൾ തന്നെ, ദി സൺ ഗീവ്സ് അസ് ലൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ദി സൺ ഗീവ്സ് ലൈറ്റ്, സൂര്യൻ പ്രകാശം തരുന്നു അല്ലെ, അല്ലെ വെളിച്ചം തരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, വെട്ടം തരുന്നു. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ആരെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? സൂര്യൻ വെളിച്ചം തരുന്നു. ഇതിൽ നമ്മൾ എന്ന് പറഞ്ഞ ഈ സെന്റൻസിൽ നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? സൂര്യനെ പറ്റിയല്ലേ. ഇതിനകത്തെ ചീഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനാണ് വെളിച്ചം തരുന്നത്. അപ്പം
നമ്മൾ സംസാരിക്കുന്നത് സൂര്യനെ പറ്റിയാണ്. സോ ദ സെന്റൻസ് ഇസ് സ്പീക്കിംഗ് അബൌട്ട് ദി സൺ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ദി സൺ ആണ്. ഓക്കെ, സൂര്യൻ. സോ നമ്മൾ ആരെ പറ്റിയാണോ ഒരു സെന്റൻസിൽ സംസാരിക്കുന്നത് അതാണ് ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ദി സൺ ഗീവ്സ് ലൈറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ നമ്മൾ സണ്ണിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് സണ്ണാകുന്നു ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം എന്താണ് ഒരു പ്രെഡിക്കേറ്റ് എന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പഠിച്ച സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതിന്റെ നിർമ്മാണമൊക്കെ നമുക്ക് ഇതിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ശരി, സോ നമുക്കിനി പ്രെഡിക്കേറ്റ് അല്ലേ. സോ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ആ വാക്കുകളുടെ കൂട്ടായ്മയാണ് നമ്മളൊരു പ്രെഡിക്കേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദി പാർട്ട് ഓഫ് ദി സെന്റൻസ് ദാറ്റ് സ്പീക്സ് അബൌട്ട് ദി സബ്ജക്റ്റ്. ഒരു സെന്റൻസിന്റെ ഒരു പാർട്ട്, ആ പാർട്ട് ഏതാണോ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഒരു സെന്റൻസിൽ പ്രെഡിക്കേറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ വാക്കി മൊത്തം ഒരു സെന്റൻസിൽ പ്രെഡിക്കേറ്റ് തന്നെ ആയിരിക്കും. കാരണം സബ്ജക്റ്റ് കഴിഞ്ഞാൽ സബ്ജക്റ്റിന്റെ വാക്കി എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പ്രെഡിക്കേറ്റ് ആയിരിക്കും. And each and every predicate should always contain a verb with it. എല്ലാ പ്രെഡിക്കേറ്റിലും നമുക്ക് ഒരു വെർബും അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ആഡ്വർബ് വരാം, അല്ലെങ്കിൽ ആഡ്വർബിന്റെ വർക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ വരാം, ക്വാളിഫയേഴ്സ് ഒക്കെ ഒത്തിരി വരാം. സോ അതായിരിക്കും നമുക്കൊരു പ്രെഡിക്കേറ്റിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വെർബ് പ്ലസ് ആഡ്വർബ്, അല്ലെങ്കിൽ ആഡ്വർബിയൽ ക്വാളിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എ വെർബ് പ്ലസ് എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വെർബിന് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഒരു പ്രെഡിക്കേറ്റിൽ ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പ്രെഡിക്കേറ്റിൽ നമുക്കൊരു വെർബ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വെർബ് ഇല്ലാതെ ഒരു പ്രെഡിക്കേറ്റ് ഫോം ചെയ്യത്തില്ല. മാർക്ക് ചെയ്തോളൂ, ഒരു വെർബ് ഇല്ലാതെ ഒരു പ്രെഡിക്കേറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഒരാൾ ചെയ്യുന്ന കാര്യം, പ്രവൃത്തി, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്നറിയാതെ നമുക്ക് ഒരിക്കലും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല. സോ വെർബ് ഉറപ്പായിട്ടും കാണാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റും വെർബും മാത്രം ഉണ്ടെങ്കിലും നമുക്കൊരു സെന്റൻസ് നിർമ്മിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ശരിയും ആ ഒരു നമുക്കൊരു വെർബ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടെ വരാം, അത് വന്നാലും വന്നില്ലേലും കുഴപ്പമില്ല. പക്ഷെ ഉറപ്പായിട്ടും ഒരു സെന്റൻസ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റും വേണം, ഒരു വെർബും വേണം. ഓക്കെ, സോ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ആദ്യം സംസാരിച്ചു. അപ്പൊ ഈ പ്രെഡിക്കേറ്റിൽ ഉറപ്പായിട്ടും വെർബ് വേണം. സോ ചില പ്രെഡിക്കേറ്റുകളിൽ വെർബിനോടൊപ്പം കുറച്ച് ആഡ്വേർബ്സോ കാര്യങ്ങളൊക്കെ അതും വരും. സെന്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെന്റൻസ് ആക്ച്വലി. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രെഡിക്കേറ്റിനെ പറ്റി മനസ്സിലാക്കാൻ. ഇപ്പൊ ഇതേ സെന്റൻസ് ദ സൺ ഗീവ്സ് ലൈറ്റ് അല്ലേ, സൂര്യൻ പ്രകാശം തരുന്നു, അല്ലെങ്കിൽ സൂര്യൻ വെളിച്ചം തരുന്നു. ഈ ഒരു സെന്റൻസിലാണെങ്കിലും നമുക്ക് സംസാരിക്കുന്നത് സൂര്യനെ പറ്റിയാണ്. അപ്പൊ ഇത് സൺ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണല്ലോ, നമ്മൾ നേരത്തെ തന്നെ നോക്കി. ശരി, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് പ്രെഡിക്കേറ്റ്. അപ്പം ദി സണ്ണിനെ പറ്റി പറയുന്ന ഇവിടെ എന്താണ്? ഗീവ്സ് ലൈറ്റ് എന്നാണ്, വെളിച്ചം തരുന്നു എന്നാണ് നമ്മൾ സൂര്യനെ പറ്റി പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെന്റൻസിൽ സൂര്യനെ പറ്റി പറയുന്ന, വെളിച്ചം തരുന്നു എന്ന് പറയുന്ന ഈ വാക്കുകളുടെ കൂട്ടായ്മയാണ് നമുക്ക് ഈ ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി സൺ ഗീവ്സ് ലൈറ്റ് എന്ന് പറഞ്ഞ സെന്റൻസിൽ ഗീവ്സ് ലൈറ്റ് ആണ് പ്രെഡിക്കേറ്റ്, ദി സൺ ആണ് സബ്ജക്റ്റ്, ഗീവ്സ് ലൈറ്റ് ആണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ശരി. അപ്പം ഈ ഒരു സെന്റൻസ് ഒന്നുകൂടെ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഗീവ്സ് എന്ന് പറഞ്ഞ വെർബുമാണ്, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു അഡ്വർബുമാണ്. ഓക്കെ, സോ നമുക്ക് ഈ എല്ലാം ഉണ്ട്. അപ്പം ഒരു സബ്ജക്റ്റ് പ്ലസ് ഒരു വെർബ് പ്ലസ് അഡ്വർബ്, നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു സെന്റൻസിൽ ഉണ്ട്. ശരി, അഡ്വർബിയൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ശരി, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രെഡിക്കേറ്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ കാണാം. ഒരു പ്രെഡിക്കേറ്റിന്റെ നിർമ്മാണം, ആ പ്രെഡിക്കേറ്റിന്റെ ബാക്കി എക്സ്റ്റൻഷൻ എന്താണ്, അതിനെ എന്തിനൊക്കെയാണ് നമ്മൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അഡ്വർബിയൽ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഈ സെന്റൻസിന്റെ പാർട്ട് 3 വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് കാണാം. അതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ശരി, സോ ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്താണ് ഒരു സബ്ജക്ട്, എന്താണ് ഒരു പ്രെഡിക്കേറ്റ് എന്നൊക്കെ മനസ്സിലായില്ലേ?
നമുക്കിനി കുറച്ച് സെന്റൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് അതിനകത്ത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ സെന്റൻസ് 1, ദി ഡോഗ്സ് ബാർക്ക്. പട്ടികൾ കുരയ്ക്കുന്നു. അപ്പം ഈ ഒരു സെന്റൻസിൽ നമ്മൾ സംസാരിക്കുന്നത് ആരെ പറ്റിയാണ്? അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? പട്ടികളെ പറ്റിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കിത് ഡോഗ്സ് ആണ് ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ശരി, പട്ടികളെ പറ്റി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ബാർക്കാണ്, കുരയ്ക്കും. അപ്പം ബാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു വെർബാണ് നമുക്ക് ഈ ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ്. ഓക്കെ, ഈ ഒരു സെന്റൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രെഡിക്കേറ്റ് ആയിട്ട് ഒരു വെർബ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പ്രെഡിക്കേറ്റിനൊപ്പം വരുന്നില്ല. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറയുന്ന ഡോഗും പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന ബാർക്കുമാണ്. സോ ഒരു വെർബ് മാത്രം മതിയായിരുന്നു ഈ ഒരു സെന്റൻസ് നമുക്കൊരു പ്രെഡിക്കേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി. ശരി, സോ സെന്റൻസ് 2, ദി ചൈൽഡ് ഈസ് laughing. ദ ചൈൽഡ് ഈസ് laughing. ആ കുട്ടി ചിരിക്കുകയാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസിൽ സംസാരിക്കുന്നത് ആ കുട്ടിയെ പറ്റിയാണ്, ദി ചൈൽഡിനെ പറ്റിയാണ്. സോ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദി ചൈൽഡ് ആണ്. ശരി, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ദി ചൈൽഡിനെ പറ്റി എന്താണോ സംസാരിക്കുന്നത് അതാണ് പ്രെഡിക്കേറ്റ്. അപ്പം ഈസ് laughing ആണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, സോ ദി ചൈൽഡ് ഇസ് സബ്ജക്റ്റ് ആൻഡ് ഈസ് laughing is the predicate. Sentence 3, the boys made Rama captain. ആൺപിള്ളേർ ആ രാമനെ ക്യാപ്റ്റനാക്കി. ഈ സെന്റൻസിൽ നമ്മൾ ആര് ചെയ്ത പ്രവൃത്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത്? എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ദ ബോയ്സ് ചെയ്ത പ്രവൃത്തിയെ പറ്റി, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോയ്സ് ആണ്. ശരി, ഇനി ആ സബ്ജക്റ്റ് പറ്റി സംസാരിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഏതാണ്? സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ബാക്കി കാര്യങ്ങളാണ് മേഡ് രാമ ക്യാപ്റ്റൻ, അല്ലെ? രാമനെ ക്യാപ്റ്റൻ ആക്കി എന്നുള്ള ഒരു കാര്യം. അപ്പം ആ ഒരു മേഡ് രാമ ക്യാപ്റ്റൻ ആണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫൈനൽ എക്സാമ്പിൾ കൂടെ നോക്കാം. മൈ ഫാദർ ഗേവ് മീ എ വാച്ച്. എൻ്റെ അച്ഛൻ എനിക്കൊരു വാച്ച് തന്നു. സോ നമ്മൾ ഈ ഒരു സെന്റൻസ് സംസാരിക്കുന്നത്, അല്ലേ? അപ്പം അല്ലെങ്കിൽ ഒരു സെന്റൻസ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അച്ഛൻ എന്ന് പറഞ്ഞ മൈ ഫാദർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈ ഫാദർ ആണ് ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ചെയ്ത കാര്യം എന്താണോ ആ പറയുന്ന കാര്യങ്ങളാണല്ലോ പ്രെഡിക്കേറ്റ്. അപ്പം ഗിവ് മീ എ വാച്ച് എന്ന് പറഞ്ഞ ഈ ഒരു സെന്റൻസ് വേർഡ്സിന്റെ കൂട്ടായ്മയാണ് നമുക്ക് ഈ ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്കൊരു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പറ്റിയാണോ അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ ഒരു സെന്റൻസിൽ സംസാരിക്കുന്നത് അതാണ് സബ്ജക്റ്റ്. ഇനി സബ്ജക്റ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഒരു പ്രെഡിക്കേറ്റ് ആയിരിക്കും. ദി പാർട്ട് ഓഫ് ദി സെന്റൻസ് ദാറ്റ് സ്പീക്സ് അബൌട്ട് ദി സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒഴിച്ച് ആ സബ്ജക്റ്റിനെ പറ്റി പറയുന്ന ബാക്കി കാര്യങ്ങൾ മൊത്തം നമുക്കൊരു പ്രെഡിക്കേറ്റ് ആണ് ഒരു സെന്റൻസിൽ. സോ ഇനിയൊരു സബ്ജക്റ്റിനെ പറ്റിയും പ്രെഡിക്കേറ്റിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത് നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഒരു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് അറിയാനുള്ള ഒരു വീഡിയോ ആണ്. സോ ദിസ് ഓൾ അബൌട്ട് ഇറ്റ്. നമുക്ക് ഇംഗ്ലീഷ് കൗൺസിൽ മലയാളം എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ എല്ലാ ടോപ്പിക്കുകളും അഡ്വാൻസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ എല്ലാ ഗ്രാമർ ടോപ്പിക്സും ഈ ഒരു ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ this is all about it. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക and to get the videos in order. So this is all about it and wish you happy learning. Thank you. Bye bye.